ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ദൈവസഭയുടെ ദൗത്യ നിർവഹണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വചനത്തിൽ നിന്നും സംസാരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് അബ്രഹാം മാത്യൂസ്, തിരുവനന്തപുരം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. യേശുക്രിസ്തുവിൻ്റെ മഹാനിയോഗത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ ശിഷ്യന്മാരെ അവരെ അടുത്ത് ചേർത്ത് നിർത്തി കർത്താവ് പറയുന്ന ഒരു വലിയ ദൗത്യം, ആ ദൗത്യത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചിട്ടുള്ള എല്ലാവരും അതീവ പ്രാധാന്യത്തോടെ നിർവഹിക്കേണ്ട, കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ നിയോഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ വലിയ നിയോഗം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, അത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതാണ്. രാജാവിൻ്റെ കൽപ്പന, സ്വർഗത്തിൽ നിന്നുള്ള അധികാരത്തിൻ്റെ കൽപ്പന. അത് മറ്റുള്ളവരെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ കൽപ്പനയ്ക്ക് അനുസൃതമായി വേണം അവരെ അത് ഉപദേശിച്ചും കൊണ്ട് നിങ്ങളവരെ എൻ്റെ ശിഷ്യന്മാരാക്കി വാർത്തെടുക്കണം എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നു. ലോകത്തെമ്പായിടവും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ദൗത്യ നിർവഹണം വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പായിടവും പല വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഓരോ ദിവസവും ഓരോ വിശ്വാസ സംഹിതകൾ നാം എടുക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ പ്രതിബദ്ധത നമ്മൾ മറന്നു പോകാതെ അത് നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നുള്ള സത്യം ഒരിക്കലും നമ്മൾ വിസ്മരിച്ചുകൂടാ. PJ ജോൺസ്റ്റോൺ എന്ന് പറയുന്ന ഒരു മിഷണറി രചിച്ച ഓപ്പറേഷൻ വേൾഡ് എന്ന് പറയുന്ന ഒരു ബുക്കിലെ ആ ഗ്രന്ഥത്തിലെ ചില പരാമർശങ്ങൾ ഇങ്ങനെയാണ്: ഭൂമിയിൽ ഇതുവരെയും ജീവിച്ചിരുന്നിട്ടുള്ളതിലും അധികം ജനസംഖ്യ ഇപ്പോൾ ഈ ഭൂമുഖത്തുണ്ട്. ഇതിൽ പകുതിയോളം പേർ സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടുള്ളവരല്ല. ഒരു ദിവസം ഏകദേശം 100,000-ഓളം ആളുകൾ, ക്രിസ്തുവിനെ അറിയാത്തവർ, മരിക്കുന്നു. അതായത് ഓരോ മിനിറ്റിലും അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ഇരിക്കുകയാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം 3/4 ഭാഗവും നിരീശ്വരവാദവും കമ്മ്യൂണിസവും അതുപോലെ മറ്റുള്ള തത്വസംഹിതകൾ വിശ്വസിക്കുന്ന ആളുകളുടെ ക്രമാതീതമായ വർധനവിൽ ലോകം മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ മക്കളെ കർത്താവ് ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മളത് സ്ഥിരീകരിച്ച് പറയേണ്ടതാണ്. സംശയിച്ചോ ബലഹീനമായോ ധൈര്യക്കുറവിലോ അല്ല ഈ സന്ദേശം നമ്മൾ കൈമാറേണ്ടത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യവർഗത്തിൻ്റെയും വീണ്ടെടുപ്പ് പദ്ധതി ദൈവവചനത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ കഴിയും. ഈ പദ്ധതി പൂർത്തീകരിക്കാൻ
നമ്മുടെ കർത്താവിന് അല്ലെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധ സേനയായ ദൂതന്മാർക്കും ഒക്കെ ചില നിമിഷങ്ങളോ ചില ദിവസങ്ങളോ മാത്രം മതിയെന്നിരിക്കെ ഈ ദൗത്യം യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വം ഏറ്റെടുത്ത ഓരോരുത്തരെയുമാണ് ഈ വീണ്ടെടുപ്പ് പദ്ധതിയിൽ ദൈവം പങ്കാളിത്തം നൽകിയിട്ടുള്ളത്. മിസ്സിയോ ഡെയ് എന്ന ലത്തീൻ പദപ്രയോഗത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ ദൗത്യം അല്ലെങ്കിൽ ദൈവം അയക്കുന്നത് എന്നാണ്. ഏകദേശം ഈ വാക്ക് 20-ാം നൂറ്റാണ്ടിലെ ആദ്യ ഭാഗം മുതൽ ഈ വാക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയുടെ ദൗത്യം എന്താണെന്ന് ഈ വാക്ക് നമ്മെ ഓർമ്മപ്പെടുത്തും. ഒരാളെ മാത്രം മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും ഈ ദൗത്യത്തിലേക്ക്, ഈ നിയോഗത്തിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. ദൈവം ഒരുപക്ഷെ അതിനായിരിക്കാം തന്റെ പ്രകാശമാനമായ സഭയെപ്പോലും, പാതാളഗോപുരങ്ങൾ ഒരിക്കലും ജയിക്കാത്ത സഭയെപ്പോലും ഈ ദൗത്യ നിർവഹണത്തിനായിട്ടാണ് തന്റെ ശരീരമായ സഭയിലെ അംഗങ്ങൾക്ക് ഈ മഹാദൗത്യം നൽകി ദൈവം ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നു. ഡേവിഡ് ബോഷ് എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കയിലെ ഒരു മിഷണറി ഈ ദൗത്യത്തെക്കുറിച്ച് ഇങ്ങനെ ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്: ദൈവം ലോകത്തിലെ തന്റെ ശരീരമായ സഭയ്ക്ക് ഈ വലിയ ദൗത്യം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ലോകത്തിൽ ഈ ദൗത്യം നിറവേറ്റുന്നതിനായി ദൈവത്തിന് തന്റെ സഭയുണ്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥമായത് എന്ന് ആ മിഷണറി ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ കർത്താവിന്റെ ശരീരമായ സഭയുടെ എല്ലാ അംഗങ്ങളും ഈ നിയോഗം പൂർത്തീകരിക്കുന്നതിനായി വളരെ അധ്വാനിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുക. മോശ ഒരു യോശുവെ വിളിച്ച് വേർതിരിച്ചതുപോലെ, നവോമി രൂത്തിനെ വിളിച്ച് വീണ്ടെടുപ്പിന്റെ ദൈവത്തെക്കുറിച്ച് ഓർപ്പിച്ചതുപോലെ, പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനെ ഈ ദൗത്യം ഏൽപ്പിച്ചതുപോലെ, അല്ല, നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഈ ദൗത്യം ഭരമേൽപ്പിച്ചതുപോലെ ഓരോ വിശ്വാസികളെയും ദൈവം ഈ ദൗത്യം ഏൽപ്പിക്കുന്നു. പോകുമോ പോകുമോ നീ ദൂരങ്ങളിൽ, പറയുമോ ഈ മഹാസ്നേഹം. ദൗത്യം വലുതാണ്, വയല് വിശാലമാണ്. ഇത് പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട്. കർത്താവിന്റെ വാഗ്ദത്തം ഞാനോ നിങ്ങളോടുകൂടെ ഉണ്ട്. കർത്താവിനോട് പറയാം, ഈ ദൗത്യം പൂർത്തീകരിക്കാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.